ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. സാധ്യമാണ്. തൃപ്തനാണോ തൃക്കരിപ്പൂരിൽ? തൃപ്തനാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസനെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ കോസ്റ്റൽ ഹൈവേന്റെ ഒരു DPR കൂടി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ റൗണ്ട് കണക്കാക്കിയാൽ 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനം. കേരളത്തിലെ ഇടത് ഗവൺമെന്റിന്റെ ക്ഷേമ വികസന പദ്ധതികളുടെ സ്പർശമേൽക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ ഇല്ലാത്തതാണ്. അപ്പോൾ കുട്ടിക്കാലം മുതലേ കയ്യൂരിന്റെ ഒരു രാഷ്ട്രീയ അനുഭവം പാർട്ടിയും മനസ്സിലുണ്ട് നമുക്ക്. അപ്പം അതിൻ്റെ ഒരു ആവേശം. നീലേശ്വരം ലോകകപ്പ് സത്യത്തിൽ എനിക്കന്ന് സുപരിചിതമാണ്. ലോക യുവജന സമ്മേളനം അൾജീരിയയിൽ പോയി, ഫ്രാൻസിൽ പോയി, പാരീസ് സന്ദർശിച്ചു. വിബ്ജിയോർ, കാസർഗോഡിന്റെ സപ്തഭാഷകളെ പ്രതിനിധീകരിക്കുന്ന ഒരു വിബ്ജിയോർ പ്രൊജക്ട് മണ്ഡലത്തിന്റെ ഹൃദയരേഖ പോലെ തോന്നുന്നു. കാസർഗോഡ് ജില്ലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇതിന്റെ പഠനമൊക്കെ പൂർത്തിയായി ഇതിന്റെ ഒരു നല്ല ഘട്ടത്തിലേക്ക്, വിജയകരമായ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. നമുക്ക് സർക്കാരിക്കാൻ കഴിയുന്നതന്നെയാണ് പ്രതീക്ഷ. വോളിബോൾ നാട്ടിലെ ക്ലബിന് വേണ്ടിയിട്ടൊക്കെ കളിക്കാറുണ്ട്. എങ്ങനെയാണ് ആ ഒരു പെൻഷൻ ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനത്തെ കാണുന്നത്? ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാ മേഖലയിലെയും ആളുകളെ ഒന്ന് സഹായിച്ചു. സ്കീം വർക്കേഴ്സ് എപ്പോഴും കണ്ടാൽ ചോദിക്കണം എന്ന് തോന്നിയ ഒരു ചോദ്യം ഈ ഒരു വേഷമാണ്. ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കോ ഇല്ലാത്തൊരു പ്രത്യേകത, ഒരു പ്രത്യേകമായിട്ടുള്ള തൊപ്പി അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ് കോഡ്. എങ്ങനെയാണ് ഇത് ജീവിതത്തിന്റെ ഭാഗമായത്? പീപ്പിൾസ് പ്ലാനിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് തൃക്കരിപ്പൂരിന്റെ MLA-യും CPIM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള M രാജഗോപാലനാണ്. സ്വാഗതം. അപ്പൊ എങ്ങനെ വിലയിരുത്തുന്നു കഴിഞ്ഞ 2 ടേമിലുള്ള തൃക്കരിപ്പൂർ MLA എന്നുള്ള ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? തൃപ്തനാണോ തൃക്കരിപ്പൂരിൽ? തൃപ്തനാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇനിയും വേറെ സാധ്യതകളുണ്ട്. പക്ഷെ 10 കൊല്ലത്തിനകം നമുക്ക് നടത്താൻ കഴിയുന്നതിന് മാക്സിമം നടന്നിട്ടുണ്ട്. ഉൽപാദന പശ്ചാത്തല സേവന മേഖലകളിൽ വളരെ ശ്രദ്ധേയമായ ഇടപെടൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മതിയായ ഫണ്ട് ലഭ്യമാക്കാൻ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായി ഏതാണ്ട് ഇപ്പോൾ 2339 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന വിധത്തിൽ മണ്ഡലത്തിലുണ്ട്. ഇനിയിപ്പോൾ കോസ്റ്റൽ ഹൈവേന്റെ ഒരു DPR കൂടി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ റൗണ്ട് കണക്കാക്കിയാൽ 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇനി തുടർഭരണം എന്നുള്ള ഒരു സമയം കൂടി വളരെ പ്രായോഗികമായി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. തീർച്ചയായും അതിന്റെ ഒരു സൗഭാഗ്യം തന്നെയാണ്. ഒരു ഭരണകക്ഷി MLA എന്നുള്ള നിലയിൽ 10 വർഷം കിട്ടിയെന്നുള്ളതും കൂടിയാണ്. അതിൽ വിശേഷിച്ചും അത് ഇടത് ഗവൺമെന്റ് ആയതുകൊണ്ട് വിശേഷിച്ചും കേരളത്തിൽ വളരെ സമഗ്രമായിട്ടുള്ളൊരു വികസന കാഴ്ചപ്പാട്. അതിലും അതിന്റെ വികസന കാഴ്ചപ്പാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും ഇപ്പൊ ഉദാഹരണം ഏറ്റവും ഒടുവിലത്തെ നമ്മളിപ്പോ ഈ ഗവൺമെന്റ് ഭരണകാലങ്ങൾ പൂർത്തിയാക്കുമ്പോൾ കേരളത്തിലെ ഇടത് ഗവൺമെന്റിന്റെ ക്ഷേമ വികസന പദ്ധതികളുടെ സ്പർശമേൽക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കെല്ലാം അതീതമാണ്. ജനങ്ങൾക്ക് ഇത് അനുഭവിച്ചായിട്ടുള്ളതല്ല. അതൊരു നിസ്സാര കാര്യമല്ലല്ലോ. ഇപ്പം കയ്യൂരിൽ നിന്നുള്ള ഒരാൾ കൂടിയാണ്. എപ്പോഴും കണ്ടാൽ ചോദിക്കണം എന്ന് തോന്നിയ ഒരു ചോദ്യം ഈ ഒരു വേഷമാണ്. ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കോ ഇല്ലാത്തൊരു പ്രത്യേകത, ഒരു പ്രത്യേകമായിട്ടുള്ള തൊപ്പി അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ് കോഡ്. എങ്ങനെയാണ് ഇത് ജീവിതത്തിന്റെ ഭാഗമായത്? അങ്ങനെ വിശേഷിച്ചതിനൊരു കാരണം ഉണ്ടെന്ന് പറയാനില്ല. പക്ഷെ എനിക്ക് മുമ്പേ ഡബിൾ പോക്കറ്റിൽ ഷർട്ട് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതങ്ങനെ അത് തടിച്ച തുണിയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ട്രേഡ് മാർക്കുമായി അത് അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങി. തൊപ്പിയും പിന്നെ മുമ്പ് ഒരു 10-30 വർഷത്തിന് മുമ്പ് ആയി. ഒരു 40 വർഷമായി. നമ്മൾ ആദ്യം അനൗൺസ്മെന്റിലെല്ലാം പോകും, പിന്നെ അങ്ങനെ പരിപാടിക്കെല്ലാം പോകുമ്പോൾ അങ്ങനെ തൊപ്പി വെക്കും. അപ്പൊ പിന്നെ അതങ്ങോട്ട് നമ്മുടെ ടീമായാലും ജനായാലും അതങ്ങോട്ട് അംഗീകരിച്ചു. അപ്പൊ പിന്നെ തൊപ്പി ഉപേക്ഷിക്കാതെ സ്ഥിരം ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഷർട്ടും അതന്നെ. ഷർട്ട് എനിക്ക് സ്വന്തമായൊരു ടൈലർ തയ്ച്ചു തരുന്നതാണ്. റെഡിമെയ്ഡ് ഷർട്ടല്ല, തുണി എടുത്തോണ്ട് തയ്ക്കുന്നതാണ്. തൊപ്പി തയ്ക്കാൻ എനിക്ക് പ്രത്യേകം ടൈലറുണ്ട് ചെറിയ. അപ്പൊ അങ്ങനെ കുറെ തുണി ഒന്നിച്ചധികം എടുത്തിട്ട് തയ്ച്ചു തരും. പിന്നെ അത് ഇലക്ഷൻ ആകുമ്പോൾ അത് വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇലക്ഷന് പിന്നെ അതിന്റെ ബാലറ്റ് പേപ്പറിൽ തൊപ്പിയോ കറുത്ത കണ്ണടയോ ഉള്ള ഫോട്ടോ പതിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അനുമതിയില്ല. അപ്പൊ ഞാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് കത്തെഴുതി. ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് എൻ്റെ ഐഡന്റിറ്റിന്റെ ഭാഗമാണ്, അതുകൊണ്ട് എനിക്ക് അനുവദിച്ചു തരണം. അപ്പൊ അത് കേട്ടു ഇലക്ഷൻ കമ്മീഷൻ. അവർ അംഗീകരിച്ചു അല്ലേ? എൻ്റെ ആധാർ കാർഡിലൊക്കെ ഇതൊക്കെ തൊപ്പി വെച്ച പറഞ്ഞു. ഇപ്പോഴത്തെ ID കാർഡായാലും ഇലക്ഷൻ ID ആയാലും അതങ്ങ് അംഗീകരിച്ചു. ഇപ്പം കയ്യൂരിൽ നിന്ന് വരുന്ന ഒരാളാണ്. കയ്യൂരിന്റെ സമര പാരമ്പര്യം,
ഇത് മാത്രമാണോ, അല്ല എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയാണ്? ബാലസംഘം, ദേശാഭിമാനി, സ്റ്റഡി സർക്കിളുകൾ, ഇതൊക്കെയാണ് രാജഗോപാലകൃഷ്ണനെ രൂപപ്പെടുത്തിയെന്ന് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ആ തീക്ഷ്ണമായ ഒരു കാലത്തെ? അത് ഒന്ന് കയ്യൂരിന്റെ വിപ്ലവ മണ്ണിന്റെ പ്രത്യേകത തന്നെയാണ്. എൻ്റെ ബാല്യം, കൗമാരം, യൗവനം എല്ലാം കയ്യൂരിൽ നിന്നാണ്. അപ്പോൾ പിന്നെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ ദേശാഭിമാനി ബാലസംഘമാണ്. ദേശാഭിമാനി ബാലസംഘത്തിന്റെ കയ്യൂർ സെൻട്രൽ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ശരിക്കും പൊതുരംഗത്തേക്ക് കുട്ടിക്കാലത്ത് തന്നെ. പിന്നെ അതിന്റെ വില്ലേജ് സെക്രട്ടറിയായി, താലൂക്ക് സെക്രട്ടറിയായി, കണ്ണൂർ ജില്ലയാണ് അന്നേരം 84 വരെ കണ്ണൂർ ജില്ലയാണല്ലോ. കണ്ണൂർ ജില്ല ഭാരവാഹിയായി, സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു. അതുപോലെ തന്നെ SFI വിദ്യാർത്ഥി രംഗത്ത് കയ്യൂർ ഹൈസ്കൂൾ, കയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് ഞാൻ SFI വർക്ക് തുടങ്ങി. അങ്ങനെ പടിപടിയായി യൂണിറ്റ് സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം, അങ്ങനെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികളിലെല്ലാം അംഗമായി. അപ്പൊ സംഘടനാലത്ത് അപ്പം കയ്യൂർ ഒരു രാഷ്ട്രീയ വേറെ ഒരു CPM നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണല്ലോ. അപ്പൊ കുട്ടിക്കാലം മുതലേ കയ്യൂരിന്റെ ഒരു രാഷ്ട്രീയ അനുഭവവും പാർട്ടിയും മനസ്സിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആവേശം. കുട്ടിക്കാലത്ത് ഏറ്റവും ഓർക്കുന്ന ഒരു സമരം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അനുഭവം എന്തായിരിക്കും? അങ്ങനെയാണ്. അത് വിദ്യാർത്ഥി സമരകാലത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. വലിയ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പൊ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ കരുത്ത് തെളിയിക്കുന്ന ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് അന്ന് വിദ്യാർത്ഥി രംഗത്തുണ്ടാകുമ്പോൾ നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് വിശേഷിച്ചും വിശേഷിച്ച് പിന്നെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരകേന്ദ്രം സത്യത്തിൽ നീലേശ്വരമാണ്. വിദ്യാർത്ഥി സമരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചു നീലേശ്വരം ലോക്കപ്പ് സത്യത്തിൽ എനിക്കന്ന് സുപരിചിതമാണ്. വലിയ ഒരു ആകാശത്തേക്ക് വെടിവെച്ച ഒരു വിദ്യാർത്ഥി സമരമൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ പിന്നെ നമ്മളെ ഒരു ദിവസം രാവിലെ 10:30 മണിക്ക് പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ട് കളഞ്ഞു. പിറ്റേന്നാൾ രാവിലെ ഒരു 9:30 വരെ ഒന്നും ഭക്ഷണം തന്നില്ല, വെള്ളം പോലും തന്നില്ല. എന്നിട്ട് കാഞ്ഞങ്ങാട് കോടതിയിൽ കൊണ്ട് ഹാജരാക്കി. പിന്നെയാണ് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥര്. അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? അത് പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കും. അങ്ങനെ നമുക്ക് രസകരമാണ്, അതൊരു ആവേശകരവും രസകരമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം. അതെ, ഞാൻ 2 തവണ കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ കൗൺസിലറായിരുന്നു. ഞാൻ 3 കോളേജുകളായിട്ടാണ് പഠിച്ചത്. പയ്യന്നൂർ കോളേജ്, വെളിയൽത്തട്ട് ഗവൺമെന്റ് കോളേജ്, കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. വെളിയൽത്തട്ട് ഗവൺമെന്റ് കോളേജ് പഠിക്കുമ്പോഴും പിന്നെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് പഠിക്കുമ്പോഴും 2 തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. അതിൽ പിന്നെ നെഹ്റു കോളേജിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയത്. അന്ന് ചെയർമാൻ പിന്നെ കോഴിക്കോട്ടെ പ്രദീപ് കുമാറായിരുന്നു, മുൻ MLA. ഞങ്ങളായിരുന്നു ഒരു ടീം. അതിന് ഒരുപാട് സവിശേഷതകളുണ്ട് ആ യൂണിയൻ തെരഞ്ഞെടുപ്പ്. അതുവരെ KSU, SFI, MSF മുന്നണിയായിരുന്നു ആ ഘട്ടം വരെ. എന്റെ തെരഞ്ഞെടുപ്പിന്റെ വർഷത്തിലാണ് MSF മുന്നണി വിട്ട് KSUനോടൊപ്പം. അപ്പുറത്താണെങ്കിൽ KC വേണുഗോപാലിനാണ് അന്ന് ചെയർമാൻ കാൻഡിഡേറ്റ്. പിന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി VD സതീശനാണ്. അപ്പോൾ KC വേണുഗോപാലിന്റെ പാനലിൽ നമ്മൾ തോൽപ്പിച്ചു കാലിക്കറ്റ്. VD സതീശന്റെ പാനൽ അന്ന് യൂണിയൻ ചെയർമാൻ പിന്നെ MGയിൽ വിജയിച്ചു. അപ്പൊ MSF മുന്നണി വിട്ട് വിജയം ഉറപ്പിച്ച ഒരു യൂണിയൻ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു അന്ന്. പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ്, സെനറ്റ് തെരഞ്ഞെടുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രിന്റ് മീഡിയയിലൊക്കെ വളരെ വലിയ വാർത്തയാണ്. ഇന്നത്തെ പോലെയല്ല, അനുഭവ കാര്യമുണ്ട്. അന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇല്ല, പാലക്കാട് വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ പരിചയമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം. ഒരു സെനറ്റ് ഒക്കെ കഴിഞ്ഞാൽ അസംബ്ലി ചേർന്ന മാതിരിയാണ് അതിന്റെ വാർത്തയൊക്കെ പിറ്റേന്ന് വരും. അവർ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി ഒക്കെ ആയി തിരഞ്ഞെടുത്താൽ അന്ന് പത്രത്തിൽ 2 ഫോട്ടോ വരും. ഒരു ഫുൾ ഫോട്ടോ വരും, ഒരു ഹാഫ് ഉണ്ടാവും, ഒരു പാസ്പോർട്ട് ഫോട്ടോ ഉണ്ടാവും. അത്രമാത്രം പിന്നെ പ്രചരണമാണ്, ഒരു വാല്യൂ ആണ്. ക്രിസ്തുവിന്റെ 6-ാം തിരുമുറിവ് മറ്റേ വലിയ വിവാദം നടന്ന ഘട്ടത്തിൽ അക്കാഡമിക് കൗൺസിൽ സുമാർ അഴീക്കോടൊക്കെയുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ ഉണ്ട്. അന്ന് പക്ഷെ വിദ്യാർത്ഥി പ്രതിനിധികളൊക്കെ ഞാൻ കൗൺസിൽ അംഗമായിരുന്നു. അവരോടൊക്കെ അപ്പൊ അങ്ങനെ ഒരു ഇന്ററാക്ട് ചെയ്യാനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും വലിയൊരു അനുഭവം പങ്കുവെക്കാൻ. യുവജന സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു അനുഭവം കൂടിയുണ്ട്. അതെ അതെ. അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഞാൻ പിന്നെ DYFIയുടെ പിന്നെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് അങ്ങനെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് അൾജിയേഴ്സിലായിരുന്നു വേൾഡ് യൂത്ത് ഫെസ്റ്റിവൽ, ലോക യുവജന സമ്മേളനം. അപ്പം ഒരു അൾജീരിയൻ അനുഭവം ഉണ്ട് അതിൽ. 8 ദിവസക്കാലത്തെ സമ്മേളനമായിരുന്നു. പിന്നെ അതിനകത്ത് നമുക്ക് കിട്ടിയ കുറച്ചും കൂടി പഠനാർഹമായ രീതിയിൽ നമുക്കന്ന് ഫ്രഞ്ച് വിസയും കൂടെ കിട്ടി. അൾജീരിയയിൽ പോയി, ഫ്രാൻസിൽ പോയി, പിന്നെ പാരീസ് സന്ദർശിച്ചു. പാരീസിൽ നമ്മളെ ക്ഷണിച്ചത് അവിടുത്തെ ഒരു ഗ്രീൻ ക്ലബ്ബാണ്. അവിടുത്തെ പരിസ്ഥിതി ഒരു ഇതായിട്ട് അവരാണ് വലിയ സൗകര്യങ്ങളും ഒരുക്കി തന്നത്. പരിസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്ന് വീരമലക്കുന്നിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സബ്മിഷൻ. അതെങ്ങനെയാണ് രാജവട്ടം ഓർക്കുന്നത്? അവിടുത്തെ ഒരു പ്രാധാന്യം ചെറുവത്തൂരിന്റെ? അല്ല, ചെറുവത്തൂരിനെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടല്ലാതെ നമുക്കിനി വർത്തമാനകാല കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല.
ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. സാധ്യമാണ്. അങ്ങനെ വരുമ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാട് നമ്പർ 1. മറ്റൊന്ന് പ്രകൃതി സൗഹൃദമായിട്ടുള്ള നിലപാട്. ഇത്തരം കാര്യങ്ങൾ അത് രണ്ടും കൊണ്ടും അത് വികസന പ്രവർത്തനത്തിലായാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ വീരമലക്കുന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിസ്ഥിതി മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് ഈ വല്ലാത്ത രീതിയിൽ അശാസ്ത്രീയമായി കുന്നിടുകയും നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വന്നത്. ആ ഘട്ടത്തിലാണ് നമ്മൾ ഇടപെട്ടത്. മാത്രമല്ല അവിടെ വനം വകുപ്പിന്റെ തനത് ടൂറിസം പദ്ധതി അടക്കം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞ ഘട്ടമാണ്. അതുപോലെ അതൊരു ടൂറിസം മേഖല, അതിനൊക്കെ വിബ്ജിയോർ, കാസർഗോഡിന്റെ സപ്തഭാഷകളെ പ്രതിനിധീകരിക്കുന്ന ഒരു വിബ്ജിയോർ പ്രൊജക്ട് അവിടെ ഇപ്പൊ നമ്മൾ ആസൂത്രണം ചെയ്തതിന്റെ വർക്കിംഗ് ഗ്രൂപ്പിലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്ക് എന്തായാലും ഇനി കുറേ കാര്യങ്ങളുണ്ടല്ലോ ജലസംരക്ഷണം. ഇനിയൊരു ലോകമായുധം തന്നെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഈ പുതിയ ആവാസ വ്യവസ്ഥയിലെയും കാലാവസ്ഥാ വ്യതിയാനവും ഇതൊക്കെ ഒക്കെ വന്ന് പരിശോധിക്കുമ്പോൾ ആഗോളതാപനം എല്ലാം വരുമ്പോൾ വിഷയമാണ്. ഏറ്റവും കൂടുതൽ കരിപ്പൂരില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മനസമാധാനം തോന്നിയ ഒരു വികസന പ്രവർത്തനം ഏത് മേഖലയിലേതാണ്? അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ട്? എല്ലാത്തിലും ഭയങ്കര ഹാപ്പിനെസ് കണ്ടെത്തിയിട്ടുണ്ടാവും, എങ്കിൽ പോലും ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് പറയാൻ പറ്റുന്നത് എന്താണ്? കാരണം അത് വ്യത്യസ്ത മേഖലയിലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് സ്പോർട്സിൽ ഏറ്റവും ആധുനികമായ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നമ്മുടെ മണ്ഡലത്തിൽ നിർമ്മിക്കാൻ നോക്കുക. അവിടെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മീറ്റ് നടത്താൻ പറ്റുന്ന സംഭവമാണ് സ്റ്റേഡിയത്തിനായാലും. കാരണം അത് കായിക താരങ്ങളെ നന്നായി നമുക്ക് തൃക്കരിപ്പൂർ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഫുട്ബോളിൽ സന്തോഷ് ട്രോഫിയും നാഷണൽ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഇഷ്ടം പോലെയുള്ള ഒരു മണ്ഡലമാണ്. പിന്നെ കബഡി, ഫുട്ബോൾ, വോളിബോൾ, ഈ 3 ഗെയിംസ് ഇനങ്ങളും ഗ്രാമപ്രദേശങ്ങളിലടക്കം വളരെ സജീവമാണ്. പുതിയ കുട്ടികളെ തലമുറയെ പരിശീലിപ്പിക്കുന്ന നിരവധി കോച്ചിങ് സംവിധാനങ്ങൾ ഉണ്ട്, അക്കാഡമികളുണ്ട്. അതെല്ലാം വെച്ച് അവരുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ അതെടുത്ത് അവർക്ക് നല്ല രീതിയിൽ സൗകര്യമൊരുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് നന്നായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയും. പിന്നെ റോഡുകളുടെ വികസനം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളുടെ വികസനങ്ങളാണ്. അപ്പൊ അത് തൃക്കരിപ്പൂർ മണ്ഡലത്തില് 95% PW റോഡ് മെക്കാഡായി, സൂപ്പർ ക്ലാസ് റോഡായി. അതിൽ തന്നെ ഏറ്റവും അനുഭവവേദ്യമായ ഒരു റോഡ് നിർമ്മാണം നടന്നത് മണ്ഡലത്തിന്റെ ഹൃദയരേഖ പോലെയുള്ള റോഡ്. അത് ചീമേനി പാർക്ക്, ഇപ്പോൾ ഞാണങ്കയിൽ നിന്ന് തുടങ്ങി ചീമേനി, ഓടക്കൊല്ലി, അങ്ങനെ ചിറ്റാരിക്കാൽ, ഭീമരടിയാണ്. 50 കിലോമീറ്ററാണ്. 123 കോടി രൂപയാണ് അതിന്റെ പ്രോജക്ട് കോസ്റ്റ്. അത് പൂർത്തിയായി. പിന്നെ 31 പാലങ്ങൾ വെച്ചു. അത് വിവിധ സ്റ്റേജിലുണ്ട്. 31 പാലങ്ങൾ, 4 മേൽപ്പാലങ്ങൾ കൂടിയാകുമ്പോൾ 35. അത് ഒരു അസാധ്യമാണ്. 10 വർഷക്കാലത്തെ ഒരു വികസന പ്രവർത്തനങ്ങളിൽ ഇല്ല. പിന്നെ എല്ലാ സർക്കാർ സ്കൂളുകളിലും ഹൈടെക് ക്ലാസ് മുറികൾ, കോടിക്കണക്കിന് രൂപയുടെ സ്കൂൾ കെട്ടിടങ്ങൾ. ഒരു GLP സ്കൂൾ ലിഫ്റ്റുള്ള സ്കൂളാണ് നമ്മുടെ മണ്ഡലത്തിൽ, നീലേശ്വരം GLP സ്കൂൾ. 3 കോടി രൂപ ചെലവഴിച്ചു. കുട്ടികൾക്കുള്ള ഭയങ്കര അനുഭവമാണല്ലോ. പിന്നെ ആശുപത്രി കെട്ടിടങ്ങൾ, അങ്ങനെ എല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വികസനം ഒപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അക്കാഡമിക് തലത്തിൽ നമ്മളൊരു ഇടപെടലുണ്ട്. മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണക്കിലാണല്ലോ കുട്ടികൾ അധികം പുറകോട്ട്. അപ്പൊ നമ്മളൊരു ഗണിത കേളി പദ്ധതി നടപ്പിലാക്കി. മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളെയും കേന്ദ്രീകരിച്ച മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് ഒരു വർക്ക്ഷോപ്പൊക്കെ വെച്ചിട്ട് അത് നന്നായിട്ട് പ്രയോജനപ്പെട്ടു. അപ്പൊ അതിന്റെ പരിശീലനം. പിന്നെ അത് സ്റ്റേറ്റ് ഇപ്പൊ അത് ഉല്ലാസ ഗണിതം എന്നുള്ള പേരിൽ ഇതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇപ്പൊ സ്റ്റേറ്റ് തലത്തിൽ എടുത്തിട്ട്. ഇപ്പം വിദ്യാഭ്യാസ രംഗത്ത് ആ ഇനിഷ്യേറ്റീവ് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പം കാസർഗോഡ് ജില്ലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്തൊരു ജില്ല എന്നുള്ള ഒരു പ്രയാസം ജില്ലക്ക് ഉണ്ടായിരുന്നു. അതേതായാലും ചെറുവത്തൂര് ഒരു എഞ്ചിനീയറിംഗ് കോളേജിനുള്ള ശ്രമങ്ങൾ നടത്തി. അത് ഏതാണ്ട് അതിന്റെ ഒരു സാക്ഷാത്കാരത്തിൽ അതെങ്ങനെയാണ് കാണുന്നത്? അത് നമുക്ക് ഇവിടെ പറഞ്ഞല്ലോ, നമുക്ക് ഇത്രയായിട്ട് ഗവൺമെന്റ് മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ മക്കൾക്ക് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് വലിയ തടസ്സം നേരിടുകയാണ്. പിന്നെ മൊത്തത്തിൽ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു യുവതലമുറ ഉണ്ട് നമുക്ക്. അപ്പൊ അവർക്കുള്ള ഒരു സൗകര്യം നമ്മുടെ ജില്ലേന്റെ ഒരു അഭാവം, ഈ മേഖലയിലെ ഒരു അഭാവം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ചെറുവത്തൂർ THS ആണ്, പണ്ട് JTS ആയിരുന്നു, ജൂനിയർ ടെക്നിക്കൽ സ്കൂളാണ്. പിന്നെ അതൊക്കെ ടെക്നിക്കൽ ഹൈസ്കൂളായിട്ട് മാറി. അപ്പോൾ നല്ല സൗകര്യപ്രദമായ സ്ഥലം, വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റർ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. അതിന്റെ പഠനമൊക്കെ പൂർത്തിയായി അതിന്റെ ഒരു നല്ല ഘട്ടത്തിലേക്ക്, വിജയകരമായ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു വലിയൊരു സ്വപ്നമായിരുന്നു, നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന തന്നെയാണ് പ്രതീക്ഷ. ഇപ്പം ആരോഗ്യരംഗത്ത് എനിക്കൊന്ന് ജില്ലാ സെക്രട്ടറിയും കൂടി ആയതിനു ശേഷം കുറെ അധികം പ്രത്യേക താല്പര്യത്തോടുകൂടി ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് തസ്തിക അല്ലെങ്കിൽ നഴ്സുമാര്, ഡോക്ടർമാര്, അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഇത്തരം അത് ഒന്ന് നമ്മുടെ ജില്ലക്കുള്ള ഒരു ശാപം എന്ന് പറയുന്നത് ഈ ജീവനക്കാരുടെ അഭാവമാണ്.
ജീവനക്കാരെ പോസ്റ്റ് ചെയ്താൽ തന്നെ സത്യത്തിൽ ജീവനക്കാരെ പോസ്റ്റ് ചെയ്താൽ തൊട്ടടുത്ത ദിവസം തന്നെ സെക്രട്ടേറിയറ്റിൽ ആളുകൾ എത്തും, മന്ത്രിമാരെ കാണാനും റെക്കമെൻഡേഷൻ കൊണ്ട് ഈ ജില്ലയിൽ നിന്ന് അങ്ങോട്ട് വിടുതൽ വാങ്ങാൻ വേണ്ടി. അപ്പൊ ആ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഇവിടെ ജോയിൻ ചെയ്താൽ അങ്ങനെ വിട്ടുപോയാൻ വേണ്ടി പാടില്ല, ട്രാൻസ്ഫർ പാടില്ല എന്നുള്ളൊരു തത്വത്തിൽ അംഗീകരിച്ച ഒരു സംഗതി ഉണ്ടായിരുന്നു ആരോഗ്യമേഖലയിലടക്കം. പക്ഷെ വേണ്ടത്ര നടപ്പിലായില്ല. ഇപ്പോഴതൊരു തീരുമാനം വന്നു. PSC 10 വർഷത്തേക്കല്ലേ? അതെ, നിശ്ചിത കാലയളവ്. ആ ഒരു തീരുമാനത്തെ എങ്ങനെയാണ്? നിശ്ചിത കാലയളവ് പിന്നെ ജില്ലയിൽ പണിയെടുക്കണം എന്ന രീതിയിലേക്ക് വരെ നമുക്ക് വരെ പരിഹരിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഇതുപോലുള്ള ജില്ലയിൽ, പ്രത്യേകിച്ച് വടക്കേറ്റത്ത് അല്ലെ അങ്ങനെ ഒരു ജില്ലയിൽ പിന്നെ അത്തരം ഒരു ഈ ഉദ്യോഗസ്ഥരുടെ അഭാവം കൊണ്ട് വലിയ പ്രയാസങ്ങൾ നേരിടുകയാണ് ജനങ്ങൾ. അത് പരിഹരിക്കാൻ സഹായം ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്ന ഘട്ടമാണ്. ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന PSC നിയമനത്തിന്റെ 60% നടക്കുന്ന കേരളത്തിലാണ്. അപ്പൊ തീർത്തും ഒരു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽദായക ഏജൻസി ആയിട്ട് കേരളത്തിലെ PSCനെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞു, കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ PSC നിയമനവുമായി ബന്ധപ്പെട്ട് ജില്ലക്കുള്ള ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ LPSI UPSI നിയമനം അതിനകത്ത് വലിയതായിരുന്നു. അത് നല്ല രീതിയിൽ നിയമനം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ നല്ല രീതിയിൽ തന്നെ ആ കാര്യങ്ങളിൽ മെച്ചപ്പെടാൻ വേണ്ടി കഴിഞ്ഞു. ഇനി വേറെ ഇടപെടേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് എന്തായാലും എല്ലാ റാങ്ക് ഹോൾഡേഴ്സും എത്തും. അപ്പം അവരെ അഡ്രസ് ചെയ്യാനും അവരെ തിരുവനന്തപുരത്തേക്ക് വരും, മന്ത്രിയെ കാണാൻ. അങ്ങനെയൊക്കെ ഒരു തുടർ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത്. കായിക രംഗത്തെ ഇനീഷ്യേറ്റീവ്സ് പറഞ്ഞു, നല്ലൊരു ഇൻഡോർ സ്റ്റേഡിയം അടക്കം വന്നു. പണ്ട് എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുമായിരുന്നു? എന്തെങ്കിലും ഹോബീസ്? ഞാൻ വോളിബോൾ നാട്ടിലെ ക്ലബിന് വേണ്ടിയിട്ടൊക്കെ കളിക്കാറുണ്ട് ചെറുപ്പത്തിൽ. പിന്നെ സ്കൂളില് പിന്നെ അത്ലറ്റിക്സിൽ ഓട്ടം ജൂനിയർ ചാമ്പ്യനൊക്കെ അങ്ങനെ കുറച്ച് വാസനയില്ല. കളിക്കും. ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ സമയം കിട്ടാറില്ല. നമുക്ക് പെൻഷന്റെ ഒരു കാര്യം കൂടി, ഇപ്പം പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പെൻഷൻ ആളുകളുടെ മുന്നിലെത്തുന്ന ഒരുപക്ഷെ ജനകീയ ആസൂത്രണ കാലം അല്ലെങ്കിൽ EK നായനാർ മന്ത്രിസഭയുടെ ഭാഗമായിട്ടൊക്കെ വന്നതാണ്. എങ്ങനെയാണ് ആ ഒരു പെൻഷൻ ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനത്തെ കാണുന്നത്? അത് ഒരു ഭയങ്കര അനുഭവങ്ങളാണ് പലത്. ഈ പെൻഷൻ വർധനവല്ല നമുക്കത് ഇങ്ങനെ നമ്മൾ സംസാരിക്കും, പറയും. പക്ഷെ അത് ഫീൽ ചെയ്യുന്ന ഞാൻ നമ്മുടെ ചില വീടുകളിലേക്ക് കയറിയതാണ്. ഇപ്പോ പിന്നെ 600 LDFന്റെ കാലത്ത് മാത്രമാണ് ഈ പെൻഷനിൽ വർധനവ് കേരളത്തിൽ വെച്ചില്ല, അത് വേറെ കാര്യം. അടുത്ത വർഷം ഗവൺമെന്റ് ആരംഭിച്ചതാണ്. 80-ൽ നായനാർ ഗവൺമെന്റ് ആരംഭിച്ചു വന്ന് ബഹുമാനപ്പെട്ട ശ്രീ K കരുണാകരനായിരുന്നു കോൺഗ്രസ് ലീഡർ കേരളത്തിൽ. അദ്ദേഹമാണ് നായനാരോട് പറഞ്ഞത് ഇത് റീപ്രൊഡക്റ്റീവ് അല്ല, പ്രത്യുൽപാദന പരമല്ലാത്തതുകൊണ്ട് ഇത് വെറുതെ വയസ്സന്മാർക്കെതിരെ പൈസ കൊടുക്കുന്നില്ലേ ഒരു ഇതായിരുന്നു അന്ന് സമയം സ്വീകരിച്ചു. അപ്പൊ നായനാർ വളരെ കൂളായിട്ട് പറഞ്ഞു അവരുടെ ജീവിത സായാഹ്നത്തിൽ അവർക്ക് ഒരു താൽക്കാലിക ആശ്വാസമാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. പിന്നെ ഓരോ കാലത്തും നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്താണ് പെൻഷൻ വർദ്ധിപ്പിച്ചത്. പക്ഷെ UDF ഗവൺമെന്റിന്റെ കാലത്ത് 2011-16 കാലയളവിലെ ഗവൺമെന്റ് 18 മാസക്കാലം പെൻഷൻ കൊടുത്തില്ല. അത് ഒരു പെൻഷൻ വാങ്ങുന്ന കുടുംബത്തെ സംബന്ധിച്ച് തീരാ ദുഃഖമാണ്, വലിയ ഒരു ദുരിതക്കയത്തിലേക്ക് വലിച്ചെറിയലാണ്. ആ കുടിശ്ശികാദ്യം കൊടുക്കുന്ന നടപടിക്രമങ്ങളിലേക്കാണ് 2016-ലെ പിണറായി സർക്കാർ ആദ്യത്തെ നിലപാടെടുത്തത്. എന്നിട്ടാണ് വർധനവിലേക്ക് പോയത്. 1600 വന്നു. ഇപ്പൊ 2000 രൂപയ്ക്ക്. 2000 വലിയ ഭയങ്കര മഹാസംഭവം ഒന്നല്ല, അത് ഇനിയും വർദ്ധിക്കണം. പക്ഷെ ഇന്നത്തെ സാമ്പത്തിക ചുറ്റുപാടിൽ ഗവൺമെന്റ് സംബന്ധിച്ച് അത്ര പരിമിതി ചെറുതുണ്ടായതുകൊണ്ടാണ് ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന രീതിയിൽ 2000 പെൻഷൻ വർദ്ധിച്ചു. പല വീടുകളിലും 1, 2, 3 ആളുകളിൽ ചില വീടുകളുണ്ട്, ചില കുട്ടികൾ അങ്ങനെ പറ്റും. അപ്പോൾ ഒരു 6000 രൂപ ഒരു വീട്ടിലേക്ക് എത്തുകയാണ് അവസ്ഥയ്ക്ക്. പിന്നെ ഈ പെൻഷൻ കാര്യത്തിൽ 62 ലക്ഷം ആളുകൾ പെൻഷൻ വാങ്ങും. ഒരു 10-38 ലക്ഷം ആളുകൾ മറ്റ് വിവിധ പെൻഷനുകൾ വാങ്ങുന്നു. ഏതാണ്ട് 1 കോടിയോളം ആളുകൾ വിവിധ പെൻഷനുകൾ വാങ്ങുന്നുണ്ട് കേരളത്തിൽ. അത് ഇതര സംസ്ഥാനങ്ങളെ വെച്ച് നമുക്ക് കേരളത്തിന്റെ മാത്രം സവിശേഷത ഒരു അനുഗ്രഹവും കൂടിയാണ്. അതിന്റെ ഗുണം. പിന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ എല്ലാ മേഖലയിലെയും ആളുകളെ ഒന്ന് സഹായിച്ചു. സ്കീം വർക്കേഴ്സ്, ആശ, അംഗൻവാടി, പ്രീപ്രൈമറി ടീച്ചേഴ്സ്, സ്കൂൾ പാചക തൊഴിലാളികൾ, ആ സ്കീം വർക്കേഴ്സിനെല്ലാം ഉള്ള കൊടുത്തു. കണക്ട് ടു വർക്ക് എന്നുള്ള രൂപത്തിൽ യൂത്തിന് ഒരു കൈത്താങ്ങ് 1000 രൂപയിലും അത് അവരെ പരിഗണിച്ചു എന്നാണ്. ഒരു പൈസ കൊടുത്തു എന്നുള്ളതല്ല, അവരെ ഈ സർക്കാർ കണ്ടു, അവരെ പരിഗണിച്ചു ഉള്ളതാണ്. വീട്ടമ്മമാർക്കുള്ള സുരക്ഷാ പദ്ധതി അതൊക്കെ പ്രഖ്യാപിച്ച് 1.5 മണിക്കൂർ കഴിയുമ്പോൾ ആളുകളുടെ അക്കൗണ്ടിൽ കാശെത്തി. എത്രമാത്രം ഒരു വേഗതയായിരുന്നു ഇതിനൊക്കെ. അതൊക്കെ ഒരു ഉണ്ടാക്കുന്ന ഒരു പ്രതികരണവും പിന്നെ അനുഭവവും വളരെ സന്തോഷപ്രദമാണ്. വളരെ പെൻഷന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ സബ്മിഷന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നു. അപ്പം മലബാർ ദേവസ്വം ഇതിന് കീഴിലുള്ള കോലധാരികളുടെയും ആചാരസ്ഥാനികളുടെയും ഞാൻ ഒന്നിൽ കൂടുതൽ തവണ സബ്മിഷൻ പിന്നെ കേരളത്തിൽ അവതരിപ്പിച്ചതാണ്. അതെങ്ങനെ നമുക്കൊക്കെ അങ്ങനെ സബ്മിഷൻ കിട്ടുക, നമുക്ക് ഈ ഇടപെടലിന് സബ്മിഷൻ കിട്ടുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ലീഡേഴ്സ് ആകുമ്പോൾ ലീഡേഴ്സിന് കുറേയും കൂടി അവസരങ്ങൾ കൊടുക്കും. പിന്നെ അങ്ങനെയാണ് അതിന്റെ ഒരു വിഹിതം കിട്ടലുമുണ്ട്. പക്ഷെ മണ്ഡലത്തിലെ അത്യാവശ്യമാണ്. പക്ഷെ നമ്മുടെ മണ്ഡലത്തിലല്ല,
ഇത്തരം പൊതുകാര്യങ്ങൾക്ക് കൂടി ഊന്നൽ. എനിക്കൊന്ന് പ്രധാനപ്പെട്ട തെയ്യം അതെ അതെ നമ്മുടെ സ്ഥാനികന്മാരൊക്കെ മലബാറിലാണ്, ഉത്തര മലബാറാണ്. അപ്പൊ ആ ഒരു ആ സബ്മിഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ സബ്മിഷൻ പറഞ്ഞാൽ ഉടനെ ഫ്ലവറിൽ നിന്ന് പൂർണ്ണമായ അനുകൂലമായ ഉത്തരം കിട്ടില്ല. പരിശോധിക്കാം, പരിഗണിക്കാം, അല്ലെങ്കിൽ ഒന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ് എന്നല്ല. പക്ഷെ ഈ സബ്മിഷൻ വെച്ചപ്പോൾ ആ സബ്മിഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്ന് കടകംപള്ളിയാണ് പിന്നെ മന്ത്രി. ആ ഫ്ലോറിൽ നിന്ന് CM പിന്നെ കടകംപള്ളി മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞു, ഇപ്പൊ തന്നെ പറഞ്ഞ മതി ഫ്ലോറിൽ നിന്ന് മറുപടി വർധനവുമായി ബന്ധപ്പെട്ട്. അങ്ങനെയുള്ളൊരു അവരെ കണ്ടിരുന്നു അതിനുശേഷം വർദ്ധിപ്പിച്ചതായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അവരുടെ നല്ല പ്രതികരണമാണ്. അവർക്കൊക്കെ അറിയാം നമ്മള് പിന്നെ ഇതിനു വേണ്ടി ഇടപെടുന്നവരാന്നില്ലേ. പിന്നെ ഞാനിപ്പോ അതിനകത്ത് ഈ പിന്നെ ഭൂനിയമവും പിന്നെ അതുപോലെ തന്നെ ഈ വകുപ്പ് ഉണ്ടല്ലോ, സബ്ജക്ട് കമ്മിറ്റി. ആ സബ്ജക്ട് കമ്മിറ്റിയിൽ പിന്നെ ഈ ദേവസ്വം കൂടി ഉണ്ട്, എൻ്റെ സബ് കമ്മിറ്റി, സബ്ജക്ട് കമ്മിറ്റി. അപ്പോൾ ആ സബ്ജക്ട് കമ്മിറ്റി കൂടിയാൽ ദേവസ്വം ബോർഡിന്റെ കമ്മീഷൻ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരും മന്ത്രി ആ യോഗത്തിൽ പങ്കെടുക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ അടുത്ത യോഗത്തിൽ, ഈ കഴിഞ്ഞ യോഗത്തിൽ വീണ്ടും ഞാൻ ഡിസ്കഷൻ നടത്തി. അത് മലബാർ ദേവസ്വം ബോർഡിൽ ജീവനക്കാർ വലിയ പ്രയാസം അനുഭവിക്കുന്നു. ആ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ പിന്നെ ശമ്പളവും വേതനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നടത്തിക്കൊണ്ടിരുന്നു. അതുപോലെ ഈ ആചാരസ്ഥാനികരെയും കൊലധാരികളുടെയും അപേക്ഷ അടുത്ത കാലത്ത് അപേക്ഷ സ്വീകരിക്കുന്നില്ല, മുമ്പേ തന്നെ ഉള്ള കൊടുത്തു തീർക്കുകയായിരുന്നു. അപ്പൊ ആ പുതിയ അപേക്ഷ കൂടി സ്വീകരിക്കാൻ നിലപാട് സ്വീകരിക്കുന്നത്. നമ്മുടെ പോഡ്കാസ്റ്റിന്റെ പേര് തന്നെ പീപ്പിൾസ് പ്ലാനിംഗ് എന്നാണ്. അപ്പം എനിക്കൊന്ന് ജനകീയാസൂത്രണ കാലത്ത് തന്നെ കയ്യൂർ ചിമേനി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ടായി. ആ കാലഘട്ടം എങ്ങനെയാണ് ഓർക്കുന്നത്? എങ്ങനെയാണ് ഒരു ഞാൻ ജനകീയാസൂത്രണ പ്രവർത്തനത്തിന്റെ ഘട്ടത്തിൽ പ്രസിഡന്റ് അല്ല, അതിന് തൊട്ട് അതിന് ശേഷമുള്ളതാണ്. പക്ഷെ അന്നും പിന്നെ പൊതുരംഗത്തുണ്ട്. അപ്പൊ ജനകീയാസൂത്രണം തന്നെ കേരളത്തിൽ അതിപ്പോ നമുക്ക് മണിശങ്കർ പറഞ്ഞു, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഏറ്റവും ശക്തമായി നടപ്പിലാക്കിയ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണെന്ന് ശ്രീ മണിശങ്കർ പറഞ്ഞു. ഇതിനേക്കാൾ വലിയൊരു പിന്നെ അംഗീകാരത്തിന്റെ സാക്ഷ്യപത്രം വേണ്ട ഈ സർക്കാരിന്. കാരണം എന്താ, അദ്ദേഹമാണ് ഇന്ത്യയിൽ ഈ കേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് രാജ് ഏറ്റവും നന്നായി പ്രവർത്തിച്ച പഞ്ചായത്ത് രാജ് പെട്രോളിയം മന്ത്രിയായിരുന്നു കാബിനറ്റിലേക്ക്. രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത പിന്നെ ഉപദേഷ്ടാവായിരുന്നു. അങ്ങനെയുള്ള എക്സ്പീരിയൻസുള്ള ആളാണ് കേരളത്തിൽ വന്നിട്ട് ഈ 2 ദിവസം മുമ്പ് പറഞ്ഞത്. ഒരു കാര്യം കൂടി പറഞ്ഞു, പിന്നെ മഹാത്മജിയുടെ ഗ്രാമസ്വരാജ് നടപ്പിലാക്കിയത് മാർക്സിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിലാണെന്നും കൂടെ പറഞ്ഞു. അങ്ങനെ അംഗീകാരം കൂടെ കൊടുത്തു. അത് പിന്നെ കേരളത്തിൽ അധികാര വികേന്ദ്രീകരണ തലത്തിൽ ജനകീയാസൂത്രണം ഒരു ഉജ്ജ്വലമായ മുന്നേറ്റത്തിന്റെ ഒരു തുടക്കമായിരുന്നു. കാരണം അധികാരവും പണവും ജനങ്ങൾക്ക് നൽകി ജനങ്ങളെ വിശ്വാസ്യതയിലെടുത്തിട്ട് അങ്ങ് കൊടുത്തില്ല. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വികസനം എന്തായിരിക്കണം, പദ്ധതി രൂപീകരണവും അതിന്റെ ആസൂത്രണവും ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഗ്രാമസഭയിലൂടെയും വാർഡ് വികസന സമിതിയിലൂടെയും പിന്നെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടാണല്ലോ അതിലേക്ക് പോകുന്നത്. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയും. 1. 2, അതിന്റെ സുതാര്യത, സോഷ്യൽ ഓഡിറ്റിങ്. സോഷ്യൽ ഓഡിറ്റിങ് അത്തരം കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ വളരെ സൂക്ഷ്മതല വികസന പ്രവർത്തനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു. നാട്ടിൻപുറത്ത് റോഡ്, നാട്ടിൻപുറത്ത് അത്തരം കാര്യങ്ങളെല്ലാം വന്നല്ലോ. അത് ഒരു മഹത്തായ മാതൃകയായി. പിന്നെ അത് പക്ഷേ UDF ഗവൺമെന്റിന്റെ കാലത്ത് അതിനോട് നിഷേധാത്മക സമീപനം സ്വീകരിച്ചു. കാരണം പിന്നെ UDF വന്നപ്പോൾ പേരങ്ങെടുത്ത് മാറ്റികളാണ്. ജനകീയാസൂത്രണത്തിന് പകരം കേരള വികസന പദ്ധതിയാണ്. പിന്നെ ഇപ്പൊ 2ാം ജനകീയാസൂത്രണ പ്രവർത്തനം ഇപ്പൊ വീണ്ടുമാണ് ഇപ്പോൾ ശാക്തീകരിച്ചത് 2016 മുതൽ. അത് മാത്രമല്ല, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഈ ഗ്രാമപഞ്ചായത്തുകളെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. അത് കേരളത്തിന്റെ അനുഭവത്തിൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ അനുഭവപ്പെട്ടതാ പറഞ്ഞ കോവിഡ് കാലം. ഒരു അധികാരവും പണവും പഞ്ചായത്തുകളെ ഏൽപ്പിച്ചാൽ എങ്ങനെ അവർ ഭരിക്കുന്നു കേരളത്തിൽ വെച്ചു. അത് വലിയൊരു മെസ്സേജായി. അതപ്പോ ജനപ്രതിനിധി എന്നുള്ള രീതിയിലല്ല, MLA എന്നുള്ള രീതിയിൽ കൂടി അത് ആ ഒരു കാലം, കോവിഡ് കാലം, അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അത് പിന്നെ നമുക്ക് ഒരു എല്ലാ തലത്തിലും എനിക്ക് അതിൽ ഇടപെടാൻ കഴിയും. ഞാൻ കോവിഡ് വന്ന് കടന്നിരുന്നില്ല. ഇടക്കാലത്ത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ് പോയി. ഞാൻ മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ ബാച്ച് വരുമ്പം ഞാൻ ശൈല ടീച്ചർ മിനിസ്റ്റർ എന്നോടാണ് വിളിച്ച് പറഞ്ഞത്. ഒരു രാത്രി 2 മണിയാകുമ്പം മെഡിക്കൽ ടീം കാസർഗോഡ് എത്തും. തിരുവനന്തപുരത്ത് വിട്ട് ബസ്സാണ്. അത് എത്തുമ്പോഴേക്ക് ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തി. ഭയങ്കര എല്ലാം നാട് മുഴുവൻ കെട്ടിപ്പൂട്ടിയ സമയമായിരുന്നു. അത് ഒരു അസാധാരണമായ അനുഭവമാണ്. അതിന്റെ ഒരു സ്നേഹവും അതിന്റെ ഒരു പിന്നെ ജനങ്ങൾക്കുണ്ടല്ലോ. എനിക്കൊന്ന് കർണാടകയിൽ ഇപ്പൊ അർജുൻ നമ്മുടെ ലോറി ഡ്രൈവർ, അപ്പം അപ്പോഴും പിന്നെ തിരുവനന്തപുരത്തേക്ക് അയച്ച ഒരാള്. അപ്പൊ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് കാണുന്നത്? ഒരു നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു പ്രതികരണം, ആ ഒരു അനുഭവം എങ്ങനെയാണ് കാണുന്നത്? അവർക്കത് വലിയ പ്രതികരണമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം നമ്മളവിടെ പോയി അവിടെ സാധാരണ ഇങ്ങനെ ഇഷ്ടംപോലെ ഈ സംഭവങ്ങൾ സംഭവിക്കുമ്പോഴും അത് സാധാരണഗതിയിൽ പിന്നെ ജലം കിട്ടിയില്ലെങ്കിൽ നഷ്ടപരിഹാരം വീടിന് കൊടുക്കുക, ആളുകൾക്ക് കൊടുക്കുക, കുടുംബത്തിന് കൊടുക്കുക എന്നൊരു സ്ഥിതിയായിരുന്നു. അങ്ങനെ മോശമായിട്ടുള്ള അർത്ഥത്തിലല്ല,
അങ്ങനെയാണ്. പക്ഷെ അതിനേക്കാൾ കെയർ നൽകുന്ന സംസ്ഥാനം കേരളമാണ് അവർക്ക് ബോധ്യപ്പെട്ടു. നമ്മളവിടെ പോയി ക്യാമ്പ് ചെയ്ത് പിന്നെ അവിടെ ഇതിനൊക്കെ ഇടപെട്ട് നിൽക്കാൻ വേണ്ടി നമുക്ക് കഴിയും. ഇപ്പം എനിക്ക് തോന്നുന്നു ജില്ലാ സെക്രട്ടറി കൂടി ഉള്ള ഒരു അധിക ചുമതല, അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തന്നെ ഒരു ചുമതല കൂടി വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പും വന്നു, പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എങ്ങനെ കാണുന്നു? ഇപ്പൊ സജ്ജമാണോ തുടർഭരണത്തിന്? ഇടതുപക്ഷം സജ്ജമാണ്? ഇടതുപക്ഷം സജ്ജമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൊല്ലം എനിക്ക് വളരെ നല്ല ഒരു പിന്നെ വർക്ക് ലോഡ് ഉണ്ടായ ഒരു വർഷമാണ്. കാരണം ഞാൻ ക്രമീകരിച്ചു കൊണ്ടുപോയി. വലിയ പോരായ്മകളില്ലാതെ പരാതികളില്ലാതെ കൊണ്ടു. അത് അത്ര എളുപ്പമല്ല നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച്. കാരണം നന്നായിട്ട് വർക്ക് ലോഡ്, പാർട്ടി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രധാന പോസ്റ്റാണല്ലോ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ. പക്ഷെ അത് നമ്മൾ ക്രമീകരണം, അത് രാവിലെ വീട്ടിലെ ആളുകൾ ഒരു 6 മണി മുതൽ ഒരു 9 മണി വരെ വീട്ടിൽ ഫുള്ളായിട്ട് നല്ല രീതിയിൽ ആളുകൾ വരും. മണ്ഡലത്തിലെ ആളുകൾ പ്രത്യേകിച്ചും അവർക്കറിയാം, അവർ 10 മണി കഴിഞ്ഞാൽ കാസർഗോഡേക്ക് വരുന്നതിലുണ്ട്. അങ്ങനെ ഒരു ക്രമീകരണം വരും. പിന്നെ മണ്ഡലത്തിലെ പരിപാടിയും അങ്ങനെ ക്രമീകരിച്ച് പോയി. ഒരു കൊല്ലം പൂർത്തിയായി. പിന്നെ ഒട്ടും മോശമല്ലാത്ത ഒരു പെർഫോമൻസ് നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ ജലീലെ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണ തൃപ്തമല്ല. ഗ്രാമപഞ്ചായത്തിലായിരുന്നു കുറച്ചുകൂടി നമ്മളൊരു ചില പ്രദേശങ്ങളിലെ ചില ജാഗ്രത കുറവോ അത്തരം കാര്യങ്ങൾ ചില നഷ്ടം വന്നിട്ടുണ്ട്. എന്നാലും മൊത്തം കേരളത്തിലെ പൊതു റിസൾട്ട് നോക്കുമ്പോൾ കാസർഗോഡ് ജില്ല ഇങ്ങനെ പുറകോട്ട് പോകാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു ജില്ലയാണ് എൻ്റെ ഇതിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ തുടർ പ്രവർത്തനം നിലക്ക് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ഒരു അനുഭവ സമ്പത്തുണ്ട്. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഭാസ്കര കുമ്പളയുടെ രക്തസാക്ഷിത്വം അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, നിങ്ങൾ വലിയ സുഹൃത്തുക്കളുമായിരുന്നു. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നമ്മളത് വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഭാസ്കര കുമ്പളയുമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു അനുഭവം, അദ്ദേഹമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്? പിന്നെ മരിക്കുന്നതിന് തലേന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിന് തലേന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഭാസ്കര കുമ്പളയെ ഓർത്തെടുക്കുന്നത്? ഭാസ്കര കുമ്പളക്ക് ഒരു പകരക്കാരൻ ഇതുവരെയായില്ല. കാരണം അക്ഷരാർത്ഥത്തിൽ തുളുനാടിന്റെ ഒരു എന്താ പറയുക, ഒരു വിപ്ലവ മണിമുത്താണ്. അതൊട്ടൊരു അതിശയോക്തിയോ ആലങ്കാരിക ഭാഷയോ അല്ല. ഭാസ്കര എങ്ങനെയായിരുന്നു? ഒന്ന് അക്കാഡമിക് തലത്തിൽ ഏറ്റവും നല്ല പ്രതിഭാശാലിയായിട്ട് അക്കാദമിക് പ്രതിഭയായിരുന്നു. കലാ സാംസ്കാരിക രംഗത്ത്, കായിക രംഗത്ത്, പിന്നെ കബഡി ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ ആയിരുന്നല്ലോ അവിടുത്തെ. പിന്നെ ശ്രീകൃഷ്ണ യുവക് മണ്ഡൽ, അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ യുവക് മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കബഡി പ്ലെയർ ആയിരുന്നു. SFI DYFIയുടെ ഭാരമായിട്ടാണ്. ഞാൻ DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടാണ്. ഭാസ്കര DYFIയുടെ കുമ്പള ബ്ലോക്ക് സെക്രട്ടറിയാണ്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ ജില്ലാ സമ്മേളനങ്ങളായാലും വലിയ ക്യാമ്പയിനൊന്നും ഈ ഒരു കാസർഗോഡിനപ്പുറത്തേക്ക് പോകാറില്ല. അപ്പൊ ഭാസ്കരന്റെയും കൂടെ ഒരു പ്രവർത്തന ശേഷിയും കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരു ആഗസ്റ്റ് 15 ദേശീയ സംരക്ഷണ റാലി ഉപ്പളയിൽ വെച്ചു. അതൊരു അസാധാരണ സംഭവമായി. ശരിക്കും ഭാസ്കരയുടെ ഒരു പ്രാദേശികമായിട്ടൊരു സംഘാടന മികവ് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വർക്കായിരുന്നു. ഞാനാണ് അതിന്റെ സംഘാടന സമിതി സെക്രട്ടറി ആണെങ്കിലും ഭാസ്കരയും ജയാനന്ദിയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട 2 സഹായികൾ. അപ്പൊ നല്ല ആളുകളാണ് ഇത്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ DYFIയുടെ ജില്ലാ സമ്മേളനം എടുത്തു കുമ്പളം. അപ്പം സംഘടനാപരമായി നമുക്ക് ആവേശകരമായ അനുഭവം മുന്നേറ്റത്തിലുണ്ടായെങ്കിലും ഭാസ്കര ഒരു നോട്ടബിൾ പേഴ്സൺ ആയിട്ട് എതിരാളികൾക്ക് മാറാനിടയായ ഒരു സാഹചര്യം ഈ 2 ക്യാമ്പയിനാണ്. കുമ്പള സമ്മേളനത്തോടുകൂടി എന്തുണ്ടായെന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ട് വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ ഒക്കെ നടത്തിയതിന്റെ പകരം അനുബന്ധ പരിപാടികൾ, പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, ഇതൊക്കെ ഈ അത്തരം വർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. അതിന്റെ എല്ലാം പിന്നിൽ അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ നല്ല രീതിയിൽ ഭാസ്കരയുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യം. അപ്പൊ പിന്നെ അതൊരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ. ആളുകളെ ആശയപരമായി കീഴടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശാരീരികമായി ഉന്മൂലനം ചെയ്യുക. ആ അജണ്ട അവർക്കുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു. സത്യത്തിൽ നമ്മൾ ഏറ്റവും അടുത്ത ഒരു സഹപോരാളി, സഹപ്രവർത്തകൻ എന്ന നിലക്ക് ജില്ലാ സമ്മേളനത്തിന്റെ കാലത്ത് ഇങ്ങനെ ചില വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ DYFIക്കെതിരായിട്ട്. അപ്പോഴും ഞാൻ പേഴ്സണായിട്ട് ഭാസ്കരോട് പറയുമായിരുന്നു, നീ ഒരു കരുതൽ വേണം. കാരണം നമ്മളിപ്പോൾ ഇങ്ങോട്ടെല്ലാം നമ്മുടെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലാണ്. പക്ഷെ ഭാസ്കര തീർത്തും ഒറ്റപ്പെട്ട അങ്ങനെ ഒരു എതിരാളിയുടെ കേന്ദ്രത്തിലാണ് കരുതലും. അപ്പൊ ഭാസ്കര ഒരു ഭാഷയാണ് രാജഗോലാട്ടം. എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, കാരണം ഞാൻ അവരെല്ലാം പറഞ്ഞ ശരിയാണ്. എല്ലാ പാർട്ടിക്കാരുടെയും പിന്നെ ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പിലെ ആളാണ് ഭാസ്കരൻ. ഈ അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് നമ്മളെ പകയോടുകൂടി വീക്ഷിക്കുന്ന ആളുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്, പ്രദേശത്ത് തന്നെ ഒരു തിരിച്ചറിവിന്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഫീലിംഗ്. പിന്നെ ഞാൻ അതിന് തൊട്ട് പോകുമ്പോഴത്തെ ദിവസമാണ് ഭാസ്കരൻ്റെ, ഞാൻ DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റി മീറ്റ് ചെയ്യാൻ പോയതാണ്. അത് കഴിഞ്ഞ് ഭാസ്കരൻ എന്നോട് വിളിച്ച് പറയും, ഞാൻ വീട്ടിൽ ഭക്ഷണം ആക്കിയിട്ടുണ്ട്, ഇന്ന് ഹോട്ടലിൽ തേക്കണം, വീട്ടിൽ തേക്കാം. അപ്പം വീട്ടിൽ നിന്ന് ചിക്കൻ കറിയിലാക്കി നമ്മൾ ഒരു ബ്ലോക്ക് കമ്മിറ്റി കഴിഞ്ഞ് വീട്ടിൽ പോയി. അപ്പോൾ ഇവൻ്റെ കല്യാണത്തിനെ കുറിച്ചൊരു ആലോചനൻ്റെ ഒരു സമയമാണത്. അപ്പോൾ ഞാൻ എന്താ സൗഹൃദ സംഭാഷണത്തിൽ
വലിയൊരു മുറിയൊക്കെ ഉണ്ട്. വീട്ടിലെ സൗകര്യത്തിനും പ്രശ്നമില്ല, ഒരാൾ വന്നാലും ഇവിടെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വളരെ പിന്നെ തുറന്ന സമീപനം, സംസാരമൊക്കെ നടത്തി. അപ്പോൾ കുറെ തമാശയാക്കി. അപ്പൊ ഇവർ ഈ ഡ്രസ് കോഡ് ഉണ്ടല്ലോ ഈ കല്യാണത്തിന്, അവർ ഈ തലപ്പാവൊക്കെ വെച്ചിട്ട് കോട്ട്. അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഇനി തലപ്പാവൊക്കെ അണിയിച്ച് ആ കോട്ടിടുന്ന രംഗം എൻ്റെ മനസ്സിൽ ഭയങ്കര കൂളായി. അപ്പൊ അല്ല, ഞാൻ കുറെ തമാശയെല്ലാം പറഞ്ഞ് അവസാനം ഇവൻ 2 ബുക്ക് തരുന്നത്. ഒന്ന് ടോൾസ്റ്റോയിന്റെ അന്ന കരനീന നോവല്, മറ്റൊന്ന് സുകുമാർ അഴീക്കോടിന്റെ തെരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ 100 ഒരു പുസ്തകമാണ്. എന്നിട്ട് എൻ്റെ കയ്യിൽ വെച്ചു, അതെവിടെ ഞാൻ കുറച്ച് വായിച്ചു തരുന്നു, എല്ലാം ശരിയാണ്, മലയാളം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നു. അങ്ങനെ ഭാഷ മലയാളവും കണ്ടിട്ടില്ല. എനിക്ക് എന്നിട്ട് എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് അവസാനത്തെ കൂടിക്കാഴ്ച അതായിരുന്നു. പിന്നെ ഞാൻ പോണ്ടി വന്നത് വെൻലോക്ക് ആശുപത്രിയിൽ ഭാസ്കരന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാനാണ്. അത് ഞങ്ങൾക്കൊക്കെ താങ്ങാവുന്നതിലപ്പുറമായിരുന്നു കാര്യം. ഇപ്പോഴും നമുക്ക് ആ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ഈ പറയുന്ന പോലെ വർഗീയതയ്ക്കെതിരെയുള്ള ക്യാമ്പയിൻ ഇടതുപക്ഷത്തിന് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ ഒരു പോരായ്മയുണ്ട് എന്ന് പറയേണ്ടി വരുന്നില്ലേ? അല്ല, അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇനിയും ശക്തിപ്പെടണം. കാരണം ഇരുവർഗീയതകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷ വർഗീയത മാത്രമല്ല, ഭൂരിപക്ഷ വർഗീയതക്ക് ബദലാണ് ന്യൂനപക്ഷ വർഗീയത, മത തീവ്രവാദം എന്നുള്ളവർക്ക് കാര്യങ്ങൾ എത്തുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇരുവർഗീയതയും ശക്തമായുള്ള ജില്ലയാണ് നമ്മുടെ. അപ്പൊ ഇരുവർഗീയതക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടവും ശക്തമായ പ്രതികരണവും ശക്തമായ ക്യാമ്പയിനും സന്ദേശവും ജനങ്ങളിൽ എത്തിച്ച് ഒരു മതനിരപേക്ഷ സമൂഹമായിട്ട് നമ്മുടെ നാടിനെ മാറ്റിയാൽ മാത്രമേ നമുക്ക് അതിന് രക്ഷപ്പെടാൻ കഴിയൂ. അതത്ര ചെറിയ പണിയല്ല. മറ്റേടത്ത് മണി പവറും പിന്നെ അപ്പുറത്താണെങ്കിൽ ചില കന്നഡ പത്രങ്ങളിൽ നിന്നുള്ള മീഡിയ പവർ കൂടി അത് വളരെ വലിയ രീതിയിൽ സ്വാധീനം. BJP അടക്കം വലിയ ടാർഗറ്റ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ, ക്ലാസ് മണ്ഡലങ്ങളിൽ സ്വാഭാവികമാണ്. പിന്നെ അത് കുറെ അടുത്തൊരു ക്ലാസ്സിന് കുറെ പ്രത്യേകതകളുണ്ട് അതിനകത്ത്. ഈ യൂത്ത് ജനറേഷൻ മിക്കവാറും ഈ കർണാടകയിലേക്കാണല്ലോ പഠനത്തിനും ജോലിക്കെല്ലാം പോകുന്നത്. അങ്ങനെ ഒരു കൾച്ചർ പറയും. അപ്പൊ ഒരു മതനിരപേക്ഷ സംസ്കാരം ശാക്തീകരിക്കാൻ യൂത്ത് സ്റ്റുഡന്റ് മൂവ്മെന്റിൽ പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ നല്ല രീതിയിലാണ്. പിന്നെ ഡിബേറ്റും പിന്നെ മറ്റ് സെമിനാറുകളായാലും ഈ ആശയ മണ്ഡലത്തിൽ നല്ല ഇടപെടൽ, അത് സംശയമില്ല. ഇപ്പൊ ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ജില്ലയുടെ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങൾ, ഇനി വരാൻ വേണ്ടി പോകുന്ന വർഷങ്ങളെ കാണുന്നത്? എവിടം വരെയാണ് കാസർഗോഡ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ച് എത്തി നിൽക്കുന്നത്? CPM-നെ സംബന്ധിച്ച് ചിലപ്പോൾ എനിക്കിപ്പോഴൊരു എക്സ്പീരിയൻസിലെ ഒരു ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ SFIയുടെ പ്രഥമ ജില്ലാ സെക്രട്ടറി 1984. ജില്ല വന്നതോടുകൂടി ഞാൻ ജില്ലാടിസ്ഥാനത്തിലൊരു കുട്ടിക്കാലം വിദ്യാർത്ഥിക്കാലാണെങ്കിലും ഒരു ജില്ലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കേഡറാണ്. പിന്നെ DYFയുടെ ജില്ലാ സെക്രട്ടറി, പിന്നെ പാർട്ടി സെന്ററിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ജില്ലയിൽ മൊത്തം ഒരു കാഴ്ചപ്പാടും ഒരു എക്സ്പീരിയൻസും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലേന്റെ ഒരു രാഷ്ട്രീയ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചന്ദ്രഗിരി പുഴക്ക് പതിപ്പോ പിന്നെ 12 ഏരിയ കമ്മിറ്റികളാണ് പാർട്ടിക്ക് ജില്ലയിലുള്ളത്. അതിൽ 6 ഏരിയ കമ്മിറ്റി വളരെ സ്ട്രോങ് ഹോൾഡ് ഏരിയകളാണ്. പിന്നെ ഇപ്പുറത്ത് നമുക്ക് കുറച്ച് സ്വാധീനമായി ഇപ്പം പിന്നെ മഞ്ചേശ്വരം, കുമ്പള, കറടുക്ക, കാസർഗോഡ് പോലെയുള്ള മേഖലയിലാണ് ഇനിയും നമുക്ക് ശക്തിപ്പെടേണ്ടത്. ഇവിടെയൊക്കെ സംഘടനാ പ്രവർത്തനമുണ്ട്, നല്ല ചിട്ടപ്പെടുത്തിയ സംഘടനാ പ്രവർത്തനമുണ്ട്. വർഗബഹുജന സംഘടനകൾ വളരെ ആക്റ്റീവാണ്. പക്ഷെ അത് ഇനി കുറെ കൂടി മെച്ചപ്പെടാൻ ആ രീതിയിൽ നമുക്ക് നല്ല സാധ്യതകളുണ്ട് സംഘടനയ്ക്ക് മുന്നേറാൻ. ഒന്നുകൂടി ഒരു യൂത്ത് സ്റ്റുഡന്റ് മൂവ്മെന്റും കൂടെ കുറേ കൂടി ശക്തമായി വന്ന പുതിയ തലമുറയെ, അതാണല്ലോ പുതിയ തലമുറയെ പൊളിറ്റിക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം തുടർഭരണത്തിന്റെ ചർച്ചകൾ സജീവമാണ്. എത്രത്തോളം ആത്മവിശ്വാസം ഒരു ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ MLA എന്നുള്ള രീതിയിൽ പുലർത്തുന്നുണ്ട്? കാരണം ആത്മവിശ്വാസ കുറവിന് കാരണം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വെച്ചാൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ റിസൾട്ടാണ്. സത്യത്തിൽ കേരളത്തിൽ തദ്ദേശം വേറെ, പാർലമെന്റ് വേറെ, നിയമസഭ വേറെയാണ്. നമുക്കതിന്റെ വോട്ടിംഗ് പാറ്റേൺ അറിയാം. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ 57 നിയമസഭാ മണ്ഡലങ്ങളുടെ ഉറച്ച വിജയം ഇപ്പം ഉണ്ട് LDFന്റെ കയ്യിൽ, പോക്കറ്റിലുണ്ട് 57 സീറ്റ്. പിന്നെ ഒരു 10 മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു 2000 വോട്ടിന് താഴെയുള്ള മാർജിനാണ്. അപ്പം അങ്ങനെ കൂട്ടി വരുമ്പോൾ പിന്നെ കുറച്ച് മണ്ഡലം എന്ന് പറഞ്ഞാൽ 10,000 വോട്ടിന് താഴെയാണ്. 10,000 വോട്ടിന് താഴെയുള്ള മാർജിനായാൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5000 വോട്ട് പിടിച്ചാൽ ഓക്കെ. അപ്പൊ അത് കേരളത്തിൽ ഇപ്പം നമ്മൾ കൃത്യമായി നമ്മൾ കേരളത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളുമായി നല്ല രീതിയിൽ സംവേദിച്ച് അതിന് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്താൽ തന്നെ കുറേയധികം പ്രതീക്ഷയുണ്ട്. സ്ഥലം തന്നെ എന്ന് പറഞ്ഞാൽ അസാധ്യമായതെല്ലാം സാധ്യമാണെന്ന് നമ്മൾ തെളിയിച്ചില്ല, അസാധ്യമാണെന്ന് പറഞ്ഞതെല്ലാം സാധ്യമാക്കിയില്ല.
കാസർഗോഡ് ജില്ലക്ക് ഇപ്പൊ NHന്റെ ഈ ദേശീയപാതേനെ നമ്പർ 1 അല്ലേ. ചെർക്കളയിൽ നിന്ന് തലപ്പാടിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഈ സർക്കാരിനെ ഓർക്കാൻ കഴിയും. അങ്ങനെ ചെറുതും വലുതായിട്ടില്ല പറ്റും. അതുകൊണ്ട് ജയസാധ്യത തന്നെയാണ് അടുത്ത വർഷം സംബന്ധിച്ച്. പിന്നെ ഒരുപാട് അവാദ പ്രചരണങ്ങളും വരും ഇതിന്. പക്ഷെ അതിനെല്ലാം അതിജീവിക്കാൻ കഴിയുന്നില്ല തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിന് വെറുതെ നമ്മൾ ആശയപരമായില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. അതിന് സഹായകമായിട്ട് തെരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനം സജീവമാക്കാൻ വേണ്ടി തന്നെയാണ് അടുത്ത വർഷം വേണ്ടി തീരുമാനിച്ചത്. ഇപ്പം തുടർഭരണത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ എനിക്കറിയാം, ജില്ലാ സെക്രട്ടറിയോടാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇപ്പം ടേം വ്യവസ്ഥ 2ാമത്തെ ടേമും കൂടി രാജഗോപാലൻ കംപ്ലീറ്റ് ചെയ്തു. തുടരാൻ സാധ്യതയുണ്ടോ? തുടരാൻ സാധ്യതയില്ല. അത് വേറൊന്നല്ല, പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ തൃക്കരിപ്പൂർ മണ്ഡലം അങ്ങനെ ഒരു ടൈറ്റിലേക്ക് പോകുന്ന മണ്ഡലമല്ല. നമുക്ക് പകരം ഒരാൾ വന്നാലും ഇന്നയാൾ തന്നെ മത്സരിക്കണമെന്നൊന്നുമില്ല. പാർട്ടിക്ക് ഒരു സംഘടന, ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള മണ്ഡലം കൂടിയാണ്. അപ്പം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമെന്നില്ലാണ് പാർട്ടിയുടെ. അതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണല്ലോ MLA ആയിരിക്കുമ്പോൾ തന്നെ ജില്ലാ സെക്രട്ടറി ആക്കിയത്. ഒരു കൊല്ലം ഇപ്പൊ MLA പീരീഡിലാണ് ജില്ലാ സെക്രട്ടറി. അതുകൊണ്ട് പിന്നെ വേറൊരു മാറ്റത്തിന്റെ സാധ്യതയില്ല. പിന്നെ 10 കൊല്ലത്തെ ഒരു പാർലമെന്ററി പ്രവർത്തനം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ, ജനങ്ങളുമായി നല്ല ബന്ധം വെക്കാനും ഒരു എക്സ്പീരിയൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തൃപ്തനാണ്. ഒരു എക്സ്പീരിയൻസ് ആണ്, വേറൊന്നുമില്ല. നമുക്ക് അതുകൊണ്ടൊന്നുമില്ല. ഇതൊക്കെ പിന്നെ ഇരുന്ന് വേറെ വലിയ കാര്യമായിട്ട് കാണേണ്ട ഒരു കാര്യം. കാരണം പാർട്ടി നമ്മളൊരു ദൗത്യം ഏൽപ്പിച്ചു. 10 വർഷം MLA ആണെന്ന് പറഞ്ഞാൽ MLA, പാർട്ടി സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. അപ്പം ഏതായാലും കാസർഗോഡ് ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ 3 മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പമാണ്. അപ്പൊ അത് വർദ്ധിപ്പിക്കാനുള്ള ചുമതല കൂടിയാണ് രാജഗോപാലൻ. ശ്രമം നമ്മൾ നടത്തും. അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു.